LDF-ന് കഴിഞ്ഞ 10 കൊല്ലം ഒരേ ഒരു ക്യാപ്റ്റനെ ഉണ്ടായിരുന്നുള്ളത് പിണറായി വിജയനാണ്. ഭരണത്തിൽ ഹാട്രിക് തികച്ച മുന്നണി വിജയിച്ചു വന്നാൽ നായകസ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കും. മുഖ്യമന്ത്രി കസേരയിലേക്ക് വേറെ ആരെയും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പിണറായി വിജയന്റെ സ്വാധീനം CPM-ൽ വർദ്ധിച്ചു കഴിഞ്ഞു. മറ്റു മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് ആലോചിക്കേണ്ട ജോലി ഇനി CPM-ന് ബാക്കിയുള്ളൂ. മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിസ്ഥാനമാണ് CPM-ന് സാധാരണ ലഭിക്കുക. ബാക്കി ഘടകകക്ഷികളുടെ പ്രതിനിധികളും മന്ത്രിസഭയിൽ ഉണ്ടാകും. അപ്പോൾ ഇനി ആഷ്മി, നമ്മൾ LDF അധികാരത്തിൽ വരുന്നെങ്കിൽ ഒരു ജോലി ഒഴിയും. മുഖ്യമന്ത്രി കസേരയുടെ കാര്യം ചർച്ച ചെയ്യേണ്ട. മറ്റുള്ള മന്ത്രിമാർ, ഇപ്പോഴുള്ള മന്ത്രിമാർ, പി രാജീവിനെ പോലെ മെറ്റൽ പ്രൂവ് ചെയ്ത മന്ത്രിമാർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. എന്ന് പറഞ്ഞാൽ അതിൽ സാധാരണഗതിയിൽ CPM രീതി അങ്ങനെയല്ല. അതിനുശേഷം ഈ പറഞ്ഞ പാർട്ടികൾ കൂടിയാണെന്ന് പറഞ്ഞാൽ പോലും ഇക്കുറി മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല മറ്റൊരു പേരില്ല എന്ന് പ്രഖ്യാപിച്ചത് MV ഗോവിന്ദൻ തന്നെയാണ്. MV ഗോവിന്ദൻ തന്നെ ഒന്നല്ല പലയാവർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകും എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇന്നോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാര്യത്തിൽ നോ ഡൗട്ട്. അത് കഴിഞ്ഞ് മന്ത്രിമാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. LDF വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ 12 മന്ത്രിമാർ മത്സരിച്ചതിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ജയിച്ചു വരുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. ഇത്തവണ 20 മന്ത്രിമാരും മത്സരിക്കുന്നുണ്ട്. 20 മത്സരിക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് 8 പേരെങ്കിലും ഡേഞ്ചർ സോണിലാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും 8 to 9 മന്ത്രിമാർ. ഇപ്പോൾ എലത്തൂർ ശശീന്ദ്രനെ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആ സെറ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ MP രാജേഷ് അടക്കം, വീണ ജോർജ് അടക്കം, റോഷി അഗസ്റ്റിൻ അടക്കം, അബ്ദുറഹ്മാൻ അടക്കം 8ഓളം മന്ത്രിമാർ അവിടെ കടുത്ത മത്സരം നേരിടുന്നു. വീണ ജോർജ് അടക്കം 8ഓളം മന്ത്രിമാർ അവിടെ കടുത്ത മത്സരം നേരിടുന്നുണ്ട്. പി രാജീവ് അടക്കം, KN ബാലഗോപാൽ പോലും എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന 23,000 വോട്ടിന് ജയിച്ച ചരിത്രമുള്ള ഐഷ പോറ്റി അവിടെ ഉണ്ട്. അതിനുശേഷം വന്ന് KN ബാലഗോപാൽ ജയിക്കുന്നത് തുച്ഛമായ ഭൂരിപക്ഷത്തിലാണ്. അത് ഐഷ പോറ്റിയുടെ ഓൺ വ്യക്തിഗത വോട്ടാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട കുറേയധികം ഫേസുകൾ പരാജയപ്പെടുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും മന്ത്രിമാർ പരാജയപ്പെടുകയാണെങ്കിൽ LDF അധികാരത്തിലേക്ക് വരാനിടയില്ല എന്ന് തന്നെയാണ്. ഈ പറയുന്ന എന്താണ് കടുത്ത മത്സരത്തെ അതിജീവിച്ചുകൊണ്ട് അതിൽ ഒരു 2-3 മന്ത്രി പരാജയപ്പെട്ടാൽ ബാക്കി മന്ത്രിമാരെല്ലാം കൂടെ അങ്ങോട്ടേക്ക് വന്നാൽ മാത്രമേ LDF-ന് വിജയം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ കടുത്ത പോരാട്ടം, ഈ കടുത്ത മത്സരം താണ്ടി വന്നവർ ഉറപ്പായി മന്ത്രിയാക്കും എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. അതിന് കാരണം എന്താണ്? ഒന്നാം പിണറായി സർക്കാരിൽ രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴേക്കും പൂർണ്ണമായ തലമുറമാറ്റം അവിടെ സംഭവിച്ചു. ഈ പരിചയസമ്പന്ന തോമസ് ഐസക് അടക്കമുള്ള KK ശൈലജ അടക്കമുള്ള പരിചയസമ്പന്നരായ സകല മനുഷ്യന്മാരെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ കൊണ്ടുവന്നതിൻ്റെ അപജയം, അതിൻ്റെ കുറവ് ആ സർക്കാരിനുണ്ട് എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെ എല്ലാ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒറ്റ ഫേസിലേക്ക് മാത്രം ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിക്കൽ കൂടി LDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒന്നാം പിണറായി സർക്കാരിൽ രണ്ടാം പിണറായി സർക്കാർ കണ്ട പൂർണ്ണമായ തലമുറമാറ്റം ഒഴിവാക്കി പരിചയസമ്പന്നതയുടെയും അതേസമയം പുതുമുഖങ്ങളുടെയും ഒരു മിക്സോട് കൂടിയ പുതിയ മന്ത്രിസഭ, ഒരു 3ാം പിണറായി വരും എന്നാണ് എന്റെ ധാരണ. LDF ജയിക്കുകയാണെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.